Hi friends, welcome back to our channel Physics Tutorial. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലസ് ടു ഫിസിക്സിലെ 7th ചാപ്റ്റർ ആൾട്ടർനേറ്റിംഗ് കറണ്ട് ആണ്. അപ്പോൾ അതിലുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, ന്യൂമറിക്കൽസ്, അതുപോലെ തന്നെ ഡെറിവേഷൻസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. നിങ്ങൾക്ക് എക്സാമിന് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായിട്ട് കാണുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. The first question is, what are phasors? എന്താണ് phasors എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. phasors എന്ന് പറയുന്നത് ആക്ച്വലി they are the rotating vectors അല്ലെ. rotating vectorsനെയാണ് നമ്മൾ phasors എന്ന് പറയുക. അപ്പൊ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യാൻ പറ്റുക? A phasor is a vector which rotates about the origin in anti-clockwise direction with angular speed omega. അതായത് ഒരു phasor എന്ന് പറയുന്നത് എന്താണ്? which rotates in the ഒറിജിൻ എബൌട്ട് ആയിട്ട് എന്ത് ചെയ്യും? റൊട്ടേറ്റ് ചെയ്യും. ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും അത് റൊട്ടേറ്റ് ചെയ്യുന്നത്. അത് വിത്ത് എ സ്പീഡ് ഓഫ് ഒമേഗ, അതായത് ആംഗുലാർ സ്പീഡ് എത്രയായിരിക്കും? ഒമേഗ ആയിരിക്കും. അത്തരം ഒരു വെക്ടറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫേസേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ സാധാരണ സ്കാലാർ ക്വാണ്ടിറ്റീസിനെ, അതായത് വോൾട്ടേജ്, കറണ്ട്, ഇവയെല്ലാം വെക്ടേഴ്സ് ആയിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ കഴിയുന്നത് ഫേസേഴ്സ് യൂസ് ചെയ്തുകൊണ്ട്. അപ്പോൾ ഫേസേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫേസർ ഈസ് എ വെക്ടർ which rotates about the origin in anti-clockwise direction with angular speed omega. Clear? Now, the next question is, obtain the expression for current when an AC voltage is applied to a resistor. അതായത് ഒരു റെസിസ്റ്ററിൽ നമ്മളൊരു AC വോൾട്ടേജ് കണക്ട് ചെയ്തിട്ടുണ്ട്. ആ കേസിൽ ഉണ്ടാവുന്ന കറണ്ടിന്റെ എക്സ്പ്രഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. ദാറ്റ് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ കറണ്ട് വെൻ എൻ AC വോൾട്ടേജ് ഈസ് അപ്ലൈഡ് ടു എ റെസിസ്റ്റർ. അതായത് റെസിസ്റ്റർ മാത്രമുള്ള ഒരു സർക്യൂട്ടിനകത്ത് ഉണ്ടാവുന്ന കറണ്ട് എങ്ങനെ കാണാമെന്നുള്ളതാണ്. അപ്പൊ അതിന്റെ എക്സ്പ്രഷൻ ആണ് കാണേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, ഡ്രോ ദ ഫേസർ റെപ്രസെന്റേഷൻ ഫോർ വോൾട്ടേജ് ആൻഡ് കറണ്ട് ഇൻ ദ സർക്യൂട്ട്. സോ റെസിസ്റ്റർ മാത്രമുള്ള സർക്യൂട്ടിലെ AC വോൾട്ടേജ് അപ്ലൈ ടു എ റെസിസ്റ്ററിന്റെ കേസിൽ ഉണ്ടാവുന്ന വോൾട്ടേജും കറണ്ടും അവയുടെ ഫേസർ ഡയഗ്രാം ആണ് ചോദിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെ ആൻസർ ചെയ്യാം? Here first of all we have to consider an AC circuit consisting of a resistor. അതായത് ഒരു റെസിസ്റ്റർ മാത്രമാണ് സർക്യൂട്ടിൽ കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്ലൈ ചെയ്യുന്ന AC വോൾട്ടേജ് V is equal to Vm sin omega t ആണ്. ഓക്കെ, ആ കേസിൽ ഉണ്ടാവുന്ന കറണ്ട് എങ്ങനെ കാണാം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ V is equal to Vm sin omega t ആണ്. ഇനി നമുക്ക് അവിടെ ഓംസ് ലോ അപ്ലൈ ചെയ്താൽ വിക്ക് പകരം എന്ത് എഴുതാൻ പറ്റും? I into R എന്ന് എഴുതാമല്ലോ. ഓക്കെ, നമുക്ക് കറണ്ട് ആണ് കാണേണ്ടത്. സോ V is equal to I into R ആണ്. അപ്പൊ വിക്ക് പകരം IR എന്ന് കൊടുക്കാം. അപ്പൊ ഇക്വേഷൻ എങ്ങനെയായിട്ട് മാറും? Vm sin omega t is equal to I into R എന്ന് വരും അല്ലെ. അതിൽ നിന്ന് കറണ്ട് എങ്ങനെ കാണാം? I is equal to Vm by R sin omega t എന്ന് പറയാം. Vm എന്ന് പറയുന്നത് മാക്സിമം വാല്യൂ അല്ലെങ്കിൽ പീക്ക് വാല്യൂ ഓഫ് വോൾട്ടേജ് ആണ്. ഓക്കെ, ദെൻ Vm by R into sin omega t എന്ന് എഴുതാം കറണ്ട്. ഇനി V by R എന്ന് പറഞ്ഞാൽ എന്താണ്? കറണ്ട് I ആണ് അല്ലെ. സോ Vm by R എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അവിടുത്തെ മാക്സിമം കറണ്ട് ആയിരിക്കും. സോ I is equal to Im sin omega t എന്ന് എഴുതാം. അതായത് Im is equal to Vm by R ആണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ ആണ് I is equal to Im sin omega t. അപ്പൊ രണ്ട് സ്റ്റെപ്പിൽ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ള സർക്യൂട്ടിൽ റെസിസ്റ്റർ മാത്രമാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. വി ആർ അപ്ലൈങ് എ വോൾട്ടേജ് V is equal to Vm sin omega t. ഇനി ഓംസ് ലോ അപ്ലൈ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാം? വിക്ക് പകരം I into R എന്ന് എഴുതാം. സോ I will be equal to Vm by R sin omega t എന്ന് വരും അല്ലെ. സോ Vm by R ന് പകരം Im എന്ന് കൊടുത്തു. മാക്സിമം വാല്യൂ ഓഫ് കറണ്ട് ആണ് അല്ലെങ്കിൽ പീക്ക് വാല്യൂ ഓഫ് കറണ്ട് ആണ് Im എന്ന് പറയുന്നത്. സോ I will be equal to Im sin omega t. ഇതാണ് ഒരു റെസിസ്റ്ററിന്റെ കേസിൽ, അതായത് ഒരു AC വോൾട്ടേജ് അപ്ലൈ ടു എ റെസിസ്റ്റർ, ഈ കേസിൽ ഉണ്ടാവുന്ന കറണ്ട് കാണാനുള്ള എക്സ്പ്രഷൻ ആണത്. ഇനി ഫേസർ ഡയഗ്രാം റെപ്രസെന്റേഷൻ എങ്ങനെ ചെയ്യുന്നത്? നമ്മൾ ഫേസർ ഡയഗ്രാം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു, അതായത് ഒരു വെക്ടർ ആണ് അല്ലെ. ഫേസർ ഡയഗ്രാം എന്ന് പറഞ്ഞാൽ ഒരു റൊട്ടേറ്റിംഗ് വെക്ടർ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ വോൾട്ടേജിനെയും കറണ്ടിനെയും ഇവിടെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് കാണാം, അതായത് ഇതിനകത്ത് നമ്മൾ എടുക്കുന്ന ആംഗിൾ ആണ് ആദ്യം നോക്കേണ്ടത്. അതിനകത്ത് ഉണ്ടാവുന്ന ഫേസിൽ എത്ര ഡിഫറൻസ് ഉണ്ടെന്ന് നോക്കണം. അപ്പോൾ വോൾട്ടേജ് എത്രയാണ് വരുന്നത്? Vm sin omega t ആണ്. അപ്പൊ അവയ്ക്കിടയിൽ ഉണ്ടാവുന്ന ആംഗിൾ omega t ആണ്. അപ്പോൾ 0-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് ഇവിടെ കാണാൻ പറ്റും വോൾട്ടേജ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ് മുകളിൽ കാണിച്ചിട്ടുള്ളത്. അതിന്റെ കാരണം എന്താണ്? I is equal to Vm by R ആണ് അല്ലെ. I is equal to Vm by R ആവുന്നത് കൊണ്ട് തന്നെ കറണ്ടിനേക്കാളും എപ്പോഴും എന്തായിരിക്കും? കുറച്ച് കൂടുതൽ എന്തായിരിക്കും? വോൾട്ടേജ് ആയിരിക്കും ഉണ്ടാവുന്നത് അല്ലെ. സോ അതുകൊണ്ടാണ് വോൾട്ടേജിന്റെ മാഗ്നിറ്റ്യൂഡ് കുറച്ചും കൂടെ കൂടുതലായിട്ട് കാണിച്ചിട്ടുള്ളത്. അവയ്ക്കിടയിൽ ഉണ്ടാവുന്ന ഫേസ് ആണ് നമ്മളിവിടെ ഫേസർ ഡയഗ്രത്തിൽ കാണിക്കുന്നത്. ഒമേഗ ടി ആണ്. ഇനി കറണ്ടിന്റെ ഇക്വേഷൻ നോക്കിയോ? I is equal to Im sin omega t തന്നെയാണ്. അപ്പൊ അതിൽ സെയിം ഫേസ് ആണ് ഇൻ ദ കേസ് ഓഫ് റെസിസ്റ്റർ. ഓക്കെ,
ഓക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ അവ എന്ത് ചെയ്യണം, സെയിം ഫേസ് ആയതുകൊണ്ട് നമുക്ക് അതിൽ തന്നെ മാർക്ക് ചെയ്യാം. ഐയുടെ വാല്യൂ മാഗ്നിറ്റ്യൂഡ് കുറച്ച് കുറവായതുകൊണ്ടാണ് താഴെ നമ്മൾ ആരോ മാർക്ക് ഇട്ടിട്ടുള്ളത്. സോ ദാറ്റ് ഷോസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് കറണ്ട് ആൻഡ് വോൾട്ടേജ്. ഓക്കെ. So that is the phasor representation for voltage and current in the circuit. The next question is, obtain the expression for power dissipated in resistor when an AC voltage is applied to it. Obtain the expression for power dissipated in the resistor when an AC voltage is applied to it. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിട്ടുള്ളത്, അതായത് ഒരു റെസിസ്റ്ററിന്റെ കേസിലാണ്, AC വോൾട്ടേജ് അപ്ലൈഡ് ടു എ റെസിസ്റ്റർ ആണ്. ആ കേസിൽ ഉണ്ടാവുന്ന പവർ ഡിസിപ്പേറ്റഡ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ വാട്ട് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ ദാറ്റ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ പവറിന്റെ ഇക്വേഷൻ എന്താണ്, P = V × I ആണ് അല്ലെ. അപ്പൊ നമ്മൾ AC സർക്യൂട്ട്, അതായത് റെസിസ്റ്റർ മാത്രമാണ് കണക്ട് ചെയ്തിട്ടുള്ളതെങ്കിൽ അവിടെ ഉണ്ടാവുന്ന വോൾട്ടേജ് എന്തിന് ഈക്വൽ ആയിരുന്നു, V = Vm sin ωt ആണ്. കറണ്ട് I = Im sin ωt ആണ്. അപ്പൊ നമുക്ക് പവർ കാണാലോ, V × I ആണ്. ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് P = V × I, that is equal to Vm sin ωt × Im sin ωt. അപ്പൊ എന്ത് വരും, Vm × Im × sin ωt × sin ωt, that is sin square ωt. ഇനി ആവറേജ് പവർ എങ്ങനെ കാണാൻ പറ്റും, ആവറേജ് പവർ അവർ വൺ കംപ്ലീറ്റ് സൈക്കിൾ എന്ന് പറയുന്നത് അപ്പൊ എന്തിന് ഈക്വൽ ആയിരിക്കും, ആവറേജ് കാണാം അല്ലെ, Vm Im × sin square ωt. ഇനി Vm Im × sin square ωt എന്നുള്ളതിൽ Vm Im എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. സോ sin square ωtയുടെ ആവറേജ് വാല്യൂ എങ്ങനെ കാണാൻ പറ്റും, ആവറേജ് വാല്യൂ ഓഫ് sin square ωt എന്ന് പറയുന്നത് 1/2 ആണെന്നുള്ളത് നമുക്ക് ഓൾറെഡി അറിയാം അല്ലെ. sin square ωt ആകുമ്പോൾ 1/2 ആണ്, sin ωt ആകുമ്പോൾ 0 ആണ്, cos ωt 0 ആണ്. ഈ കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് അതൊന്ന് ഓർത്തിരിക്കണം. അതായത് ആവറേജ് വാല്യൂ ഓഫ് സൈൻ സ്ക്വയർ ഒമേഗയും അതുപോലെ തന്നെ ആവറേജ് വാല്യൂ ഓഫ് കോസ് സ്ക്വയർ ഒമേഗയും 1/2 ആണ്. അതുപോലെ സൈൻ ഒമേഗയും കോസ് ഒമേഗയും ആവറേജ് വാല്യൂ കാണുമ്പോൾ എന്തായിരിക്കും, 0 ആയിരിക്കും. സോ ഇവിടെ നമുക്ക് സൈൻ സ്ക്വയർ ഒമേഗ ആണുള്ളത്. അപ്പൊ അതിന്റെ വാല്യൂ എത്രയാണ്, 1/2 ആണ്. സോ വി ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ദാറ്റ് വാല്യൂ. അപ്പൊ എന്ത് വരും, Vm Im × 1/2 എന്ന് വരും അല്ലെ. ഇതിനെ നമുക്കൊന്ന് 1/2നെ 1/√2 × 1/√2 എന്ന് എഴുതാലോ. സോ Vm/√2 × Im/√2 എന്ന് എഴുതാം അല്ലെ. ഈ Vm/√2 എന്ന് പറയുന്നത് RMS വാല്യൂ ഓഫ് വോൾട്ടേജ് ആണ്. ഓക്കെ, Vm/√2 എന്ന് പറയുന്നത് RMS വാല്യൂ ഓഫ് വോൾട്ടേജ് ആണ്. അതുപോലെ Im/√2 എന്ന് പറയുന്നത് എന്താണ്, RMS വാല്യൂ ഓഫ് കറണ്ട് ആണ്. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് P = V × I, V × I എന്ന് എഴുതാം. റീസൺ മനസ്സിലായല്ലോ. അതായത് Vm/√2 എന്ന് പറഞ്ഞാൽ അത് V ക്ക് ഈക്വൽ ആണ്. ദെൻ Im/√2 എന്ന് പറഞ്ഞാൽ I ക്ക് ഈക്വൽ ആണ്. സോ P will be equal to V × I. So that is the expression for power dissipated in the case of a resistor when an AC voltage is applied to it. Clear? Next question is, write the expression for RMS current. RMS currentന്റെ എക്സ്പ്രഷൻ മാത്രമാണ് ചോദിച്ചിട്ടുള്ളത്. എക്സ്പ്രഷൻ നമ്മളിപ്പോ പറഞ്ഞതാണ് അല്ലെ, I = Im/√2 എന്നുള്ളതാണ്. Im/√2 എന്ന് പറയുന്നത് എങ്ങനെ എഴുതാം, 0.707 × Im എന്ന് എഴുതാം. കാരണം 1/√2 is 0.707. സോ ദാറ്റ് × Im. അതാണ് RMS വാല്യൂ ആണ്. RMS കറണ്ട് എന്ന് പറഞ്ഞാൽ റൂട്ട് മീൻ സ്ക്വയർ കറണ്ട് ആണ്. അപ്പൊ നമ്മൾ കറണ്ട് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, അവിടെ ഉണ്ടാവുന്ന കറണ്ടിന്റെ സ്ക്വയർ ആദ്യം കാണണം. ദെൻ അതിന്റെ മീൻ കണ്ടതിന് ശേഷം എന്ത് ചെയ്യും, റൂട്ട് എടുക്കും. അതിനെയാണ് നമ്മൾ റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ. അപ്പൊ ആദ്യം സ്ക്വയർ ആണ് എടുക്കുന്നത്, പിന്നെ അതിന്റെ മീൻ കാണുന്നു, പിന്നെയാണ് റൂട്ട് എടുക്കുന്നത്. അപ്പൊ ആ ഒരു ഓർഡറിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടാവുന്ന വോൾട്ടേജ് ആണെങ്കിലും കറണ്ട് ആണെങ്കിലും എന്ത് ചെയ്യില്ല, 0 ആയിട്ട് പോവില്ല. അല്ലാത്ത കേസിൽ ഓൾട്ടർനേറ്റിംഗ് കറണ്ടിന്റെ കേസിൽ എന്ത് ചെയ്യും, അത് ക്യാൻസൽ ചെയ്ത് 0 ആയിട്ട് പോകും അല്ലെ. വെറുതെ മീൻ കാണുകയാണെന്നുണ്ടെങ്കിൽ പോസിറ്റീവും നെഗറ്റീവും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത് കൊണ്ട് എന്ത് ചെയ്യും, അത് ക്യാൻസൽ ചെയ്ത് പോകും. അപ്പൊ ഇവിടെ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ ഓഫ് കറണ്ട് അതുപോലെ തന്നെ റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ ഓഫ് വോൾട്ടേജ് എടുക്കുന്നത്. ഓക്കെ, അതായത് I = Im/√2 ആണെന്നുള്ളത് ഓർത്തിരിക്കുക. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.707 Im. അതേപോലെ തന്നെയാണ് ദ എക്സ്പ്രഷൻ ഫോർ RMS വോൾട്ടേജ്. വോൾട്ടേജ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് കാണാം, Vm/√2 ആയിരിക്കും. അതായത് 0.707 × Vm-ന് ഈക്വൽ ആയിരിക്കും. The next question is, why a shock from 220 volt AC is more fatal than that from 220 volt DC? അതായത് എന്തുകൊണ്ടാണ് AC-യിൽ നിന്നുണ്ടാവുന്ന ഷോക്ക് മോർ ഫേറ്റൽ ആണ്, അതായത് DC-യിൽ നിന്നുണ്ടാവുന്നതിനേക്കാളും മോർ ഫേറ്റൽ ആണ് എന്ന് പറയാനുള്ള കാരണം, അത് എന്തുകൊണ്ടാണ് അങ്ങനെ ആവുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ.
അപ്പൊ നമുക്കറിയാം ഒരു ഹൗസ് ഹോൾഡ് ലൈനിൽ നമ്മൾ വോൾട്ടേജ് പറഞ്ഞാൽ എ സി ആണ്. അപ്പൊ അവിടെ ഉണ്ടാവുന്ന എ സി വോൾട്ടേജ് ഇപ്പൊ 220 വോൾട്ട് ആണെന്നുണ്ടെങ്കിൽ അത് RMS വാല്യൂ ആണ് അല്ലെ. അതായത് എ സി വോൾട്ടേജിന്റെ കേസിൽ നമ്മൾ എപ്പോഴും റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ ആണ് എടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ വോൾട്ടേജ് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? RMS വാല്യൂവിന് ഈക്വൽ ആയിരിക്കും. അപ്പൊ വി എന്ന് പറയുന്നത് ദാറ്റ് വിൽ ബി ഈക്വൽ ടു 220 വോൾട്ട് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ദ RMS വാല്യൂ, ദാറ്റ് ഈസ് VM/√2 ഈക്വൽ ആയിരിക്കും. അപ്പൊ അവിടെ ഉണ്ടാവുന്ന മാക്സിമം വാല്യൂ VM എന്ന് പറയുന്നതാണ് അവിടുത്തെ മാക്സിമം വാല്യൂ. സോ വി വിൽ ബി ഈക്വൽ ടു VM/√2 ആണ്. അപ്പൊ VM എങ്ങനെ കാണാൻ പറ്റും? മാക്സിമം വാല്യൂ ഓഫ് വോൾട്ടേജ് VRMS × √2 അല്ലേ ചെയ്യാം. ഓക്കെ, അതായത് പീക്ക് വാല്യൂ അല്ലെങ്കിൽ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? √2 × 220 ആയിരിക്കും. ഓക്കെ, അപ്പൊ √2 എന്ന് പറഞ്ഞാൽ 1.414 ആണ്. ദാറ്റ് × 220 വോൾട്ട് ആണ്. അപ്പോ 311 വോൾട്ട് വരെ ആവാം അല്ലെ. മാക്സിമം വോൾട്ടേജ് എന്ന് പറയുന്നത് എത്ര വരെ പോവാം? 311 വോൾട്ട് വരെ പോവാം. ചില സമയങ്ങളിൽ റീച്ച് അപ് ടു 311 വോൾട്ട് വരെയും അതിന്റെ പീക്ക് വാല്യൂ വരാം. ഓക്കെ, സോ ഷോക്ക് ഫ്രം 220 വോൾട്ട് AC is more fatal than that of 220 voltage DC. അപ്പൊ DC ആവുമ്പോൾ എത്ര മാത്രമേ ഉണ്ടാവുള്ളൂ? 220 വോൾട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ AC ആവുന്ന സമയത്ത് അവിടെ RMS വാല്യൂ ആണ് എടുക്കുന്നത്. അപ്പൊ ഇക്വേഷൻ ഓർത്തിരിക്കുക. VRMS എന്ന് പറയുന്നത് എന്താണ്? VM/√2 ആണ്, അല്ലെങ്കിൽ V is equal to VM/√2 ആണ്. അപ്പൊ അവിടുത്തെ മാക്സിമം വാല്യൂ കാണണമെന്നുണ്ടെങ്കിൽ √2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ. അപ്പൊ 1.414 ടൈംസ് ആയിരിക്കും എന്ത് കിട്ടുന്നത്? അവിടുത്തെ വോൾട്ടേജ് ഉണ്ടാവുന്നത്. അതായത് 311 വോൾട്ട് വരെ എന്ത് ചെയ്യാം? അത് വേരി ചെയ്യാം. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് AC യിൽ നിന്നുണ്ടാവുന്ന ഷോക്ക് കൂടുതൽ ഫീറ്റൽ ആവാൻ ഉള്ള കാരണം. ഓക്കെ, now we have a numerical. A light bulb is rated at 100 watt for a 220 volt supply. Find the resistance of the bulb, the peak voltage of the source, the RMS current through the bulb. അപ്പൊ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്? ലൈറ്റ് ബൾബ് റേറ്റഡ് അറ്റ്, അതായത് പി എന്ന് പറയുന്നത് എത്രയാണ്? 100 വാട്ട് ആണ്. അതായത് വോൾട്ടേജ് 220 വോൾട്ട് ആണ്. ഓക്കെ, സപ്ലൈ. ഇനി റെസിസ്റ്റൻസ് ഓഫ് ദ ബൾബ് കാൽക്കുലേറ്റ് ചെയ്യണം. പീക്ക് വോൾട്ടേജ് ഓഫ് ദ സോഴ്സ്, ദെൻ RMS കറണ്ട് ത്രൂ ദ ബൾബ് ആണ്. ഈ 3 കാര്യങ്ങളാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. അപ്പൊ നമുക്ക് ഗിവൺ ഡാറ്റ ഒന്ന് എഴുതാം. അതായത് P is equal to എത്രയാണ്? 100 വാട്ട് ആണ്. V 220 വോൾട്ട് ആണ്. ദെൻ റെസിസ്റ്റൻസ് ഓഫ് ദ ബൾബ് എങ്ങനെ എഴുതാം? R is equal to V²/P എന്ന് പറയുന്ന ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടല്ലോ. R is equal to V²/P ആണ്. ജസ്റ്റ് അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. V എന്ന് പറയുന്നത് എത്രയായിരുന്നു? 220 ആണ്. അപ്പൊ 220² എന്ന് പറയുന്നത് പവർ 100 വാട്ട് ആണ്. സോ ദാറ്റ് വിൽ ബി 484 ഓം. ഓക്കെ, ദെൻ നെക്സ്റ്റ് വാല്യൂ എന്താണ് കാണാനുള്ളത്? പീക്ക് വോൾട്ടേജ് ആണ്. പീക്ക് വോൾട്ടേജ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? RMS വാല്യൂ ഓഫ് വോൾട്ടേജ് നമുക്കറിയാം. V is equal to VM/√2 ആണ്. നമുക്ക് കാണേണ്ടത് എന്താണ്? V മാക്സിമം ആണ് അല്ലെ. പീക്ക് വാല്യൂ എന്ന് പറഞ്ഞാൽ VM ആണ് കാണേണ്ടത്. ദാറ്റ് വിൽ ബി ഈക്വൽ ടു √2 × V ആണ് അല്ലെ. സോ ദാറ്റ് √2 × V എന്ന് പറഞ്ഞാൽ 1.414 ഇൻറ്റു എത്രയാണ്? 220. സോ ദാറ്റ് വിൽ ബി 311 വോൾട്ട് ആണ്. ഓക്കെ, നെക്സ്റ്റ് കേസിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? ദ RMS കറണ്ട് ത്രൂ ദി ബൾബ് ആണ്. അതായത് ദി RMS കറണ്ട് ത്രൂ ദി ബൾബ് ആണ് കാണേണ്ടത്. അപ്പൊ നമുക്ക് ഇവിടെ P is equal to I × V ആണെന്ന് അറിയാം അല്ലെ. സോ അവിടെ കറണ്ട് I is equal to എന്ത് എഴുതാം? P/V ആണല്ലോ. കാരണം പവർ തന്നിട്ടുണ്ട്, V നമുക്കറിയാം. സോ ദാറ്റ് is equal to 100 വാട്ട് ബൈ 220 വോൾട്ട് ആണ്. ദാറ്റ് വിൽ ബി ഈക്വൽ ടു 0.450 ആംപിയർ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. റെസിസ്റ്റൻസ് ഓഫ് ദ ബൾബ് കാണാൻ ഇക്വേഷൻസ് ഒന്ന് ഓർത്തിരിക്കുക. R is equal to V²/P എന്നുള്ള ഇക്വേഷൻ ആണ്. അതുപോലെ തന്നെ VRMS അല്ലെങ്കിൽ V is equal to VM/√2 ആണ്. അതിൽ നിന്ന് മാക്സിമം വോൾട്ടേജ് എങ്ങനെ കാണാം? √2 × V ആണ്. ദെൻ പവർ നമുക്കറിയാം P is equal to I × V ആണ്. അതിൽ നിന്ന് I is equal to P/V എന്ന് കാണാം. അപ്പൊ ഇത്രയും ഡയറക്റ്റ് ആയിട്ട് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ്. ക്ലിയർ? Now we can move to the next question. Show that the current lags the voltage by pi/2 when an AC voltage applied to an inductor. അപ്പൊ അടുത്ത കേസ് എന്താ പറഞ്ഞിട്ടുള്ളത്? അതായത് AC voltage applied to an inductorന്റെ കേസിൽ കറണ്ട് ലാഗ്സ് ദ വോൾട്ടേജ് ബൈ pi/2 എന്നുള്ളതാണ് ഷോ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതെങ്ങനെ പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് നോക്കേണ്ടത്. അതുപോലെ തന്നെ ഡ്രോ ഫേസർ റെപ്രസെന്റേഷൻ ഫോർ വോൾട്ടേജ് ആൻഡ് കറണ്ട് ഇൻ ദ സർക്യൂട്ട്. സോ ആ സെയിം കേസിൽ ഉണ്ടാവുന്ന വോൾട്ടേജ് ആൻഡ് കറണ്ടിന്റെ ഫേസർ റെപ്രസെന്റേഷനും കൂടെ ചോദിച്ചിട്ടുണ്ട്. നമുക്ക് എങ്ങനെയാണ് ഒരു ഇൻഡക്ടർ സർക്യൂട്ടിനകത്ത് കണക്ട് ചെയ്ത് തരുന്നത്? അതായത് AC വോൾട്ടേജ് ഈസ് അപ്ലൈഡ് ടു എൻ ഇൻഡക്ടർ, വാട്ട് വിൽ ഹാപ്പൻ ഇൻ ദാറ്റ് സർക്യൂട്ട്? അതാണ് നോക്കാൻ പോകുന്നത്. അപ്പൊ അവിടെ ഉണ്ടാവുന്ന കറണ്ട് നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നതാണ്. നമുക്ക് ആദ്യം ഒരു സർക്യൂട്ട് കൺസിഡർ ചെയ്യാം. ഹിയർ
we are considering a circuit containing an inductor and which has an inductance L which is connected to an alternative voltage V is equal to Vm sin omega t. അപ്പോൾ Vm sin omega t എന്ന് പറയുന്ന alternative voltage ആണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഇൻഡക്ടറിന്റെ ഇൻഡക്ടൻസ് എത്രയാണ്? L. കോയിലൂടെ കറണ്ട് പാസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവിടെ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യപ്പെടും അല്ലെ. ദാറ്റ് ബി ഈക്വൽ ടു L into di/dt. അപ്പൊ നമുക്ക് അതായത് വോൾട്ടേജ് എന്ന് പറയുന്നത് V is equal to Vm sin omega t ആണ്. അത് എന്തായിട്ടും അത് എന്തിന് ഈക്വൽ ആയിരിക്കും? അവിടെ ഉണ്ടാവുന്ന ഇൻഡ്യൂസ്ഡ് EMF-ന് ഈക്വൽ ആയിരിക്കും. ദാറ്റ് ഈസ് Vm sin omega t will be equal to L into di/dt ആണ്. നമുക്ക് ഇവിടെ കാണേണ്ടത് എന്താണ്? കറണ്ട് ആണ് കാണാനുള്ളത് അല്ലെ. സോ അതിൽ നിന്ന് നമുക്ക് di/dt കാണാമല്ലോ. യെസ്, ദാറ്റ് വിൽ ബി ഈക്വൽ ടു Vm sin omega t by L ആണ് അല്ലെ. L കൊണ്ട് ഡിവൈഡ് ചെയ്തു. ദെൻ di എങ്ങനെ കാണാം? Vm by L into sin omega t dt എന്ന് എഴുതാം. ഇനി di ആണ് കിട്ടിയത്. I കിട്ടണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? അതിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. സോ Vm by L കോൺസ്റ്റന്റ് ആണ്, അതിന് ഔട്ട് സൈഡ് എടുക്കാം. ഇന്റഗ്രൽ സൈൻ ഒമേഗ ടി ഡി ടി. ഇനി ഇന്റഗ്രൽ സൈൻ ഒമേഗ ടി ഡി ടി എന്ന് പറയുന്നത് മൈനസ് കോസ് ഒമേഗ ടി ബൈ ഒമേഗയ്ക്ക് ഈക്വൽ ആണ്. സോ വാട്ട് വി വിൽ ഗെറ്റ് I is equal to Vm by L into മൈനസ് കോസ് ഒമേഗ ടി ബൈ ഒമേഗ എന്ന് കിട്ടും. അതായത് I is equal to മൈനസ് Vm by ഒമേഗ L into കോസ് ഒമേഗ ടി എന്ന് വന്നിട്ടുണ്ട്. സോ ഈ Vm by ഒമേഗ എല്ലിന് പകരം നമുക്ക് മാക്സിമം കറണ്ട്, അതായത് പീക്ക് കറണ്ട് IM എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് I is equal to മൈനസ് IM കോസ് ഒമേഗ ടി ആണ്. ഇനി നോക്കി നോക്കൂ, രണ്ട് ഇക്വേഷൻസ്. നമുക്ക് ഇവിടെ കാണേണ്ടത് എന്താണ്? ഫേസ് ഡിഫറൻസ് എത്രയാണെന്നുള്ളതാണ് നോക്കേണ്ടത് അല്ലെ. കറണ്ട് ലാഗ്സ് ദ വോൾട്ടേജ് ബൈ പൈ ബൈ 2 എന്നുള്ളതാണ് കാണേണ്ടത്. അപ്പൊ ഇവിടെ V എന്ന് പറയുന്നത് സൈൻ ഒമേഗ ടിയും, അതായത് Vm സൈൻ ഒമേഗ ടിയും I is equal to മൈനസ് IM കോസ് ഒമേഗ ടിയുമാണ്. അപ്പൊ അതിന് രണ്ടിനെയും സൈനിന്റെ ടേമിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഈ മൈനസ് കോസ് ഒമേഗ ടീനെ കൺവേർട്ട് ചെയ്തിട്ട് സൈനിന്റെ ടേമിലേക്ക് എങ്ങനെ മാറ്റാൻ പറ്റും? മൈനസ് കോസ് ഒമേഗ ടി എന്ന് പറഞ്ഞാൽ സൈൻ ഒമേഗ ടി മൈനസ് പൈ ബൈ 2 ഈക്വൽ അല്ലേ. അതായത് മൈനസ് കോസ് ഒമേഗ ടി വിൽ ബി ഈക്വൽ ടു സൈൻ ഒമേഗ ടി മൈനസ് പൈ ബൈ 2. എങ്ങനെയാണെങ്കിൽ സൈൻ പൈ ബൈ 2 മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്തിന് ഈക്വൽ ആണ്? കോസ് തീറ്റയ്ക്ക് ഈക്വൽ ആണല്ലോ. സൈൻ പൈ ബൈ 2 മൈനസ് തീറ്റ ഇസ് ഈക്വൽ ടു കോസ് തീറ്റയാണ്. ഇനി മൈനസ് സൈൻ പൈ ബൈ 2 മൈനസ് തീറ്റ ആണെങ്കിൽ അത് മൈനസ് കോസ് തീറ്റ ആയില്ലേ. സോ സൈൻ ഓഫ് മൈനസ് പൈ ബൈ 2 മൈനസ് തീറ്റ എന്ന് പറയുന്നത് മൈനസ് കോസ് തീറ്റ ആണ്. അതുകൊണ്ട് സൈൻ തീറ്റ മൈനസ് പൈ ബൈ 2 എന്ന് പറഞ്ഞാൽ എന്തിന് ഈക്വൽ ആയിരിക്കും? മൈനസ് കോസ് തീറ്റയ്ക്ക് ഈക്വൽ ആയിരിക്കും. അപ്പൊ ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം? മൈനസ് കോസ് ഒമേഗ ടിക്ക് പകരം സൈൻ ഒമേഗ ടി മൈനസ് പൈ ബൈ 2 എന്ന് എഴുതാം. അപ്പൊ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ എന്താണ്? I is equal to Im sin omega t minus pi by 2 ആണ്. അപ്പൊ നമുക്ക് രണ്ട് ഇക്വേഷൻസ് കിട്ടിയിട്ടുണ്ട്. V is equal to Vm sin omega t യും I is equal to Im sin omega t minus pi by 2 ആണ്. അപ്പൊ രണ്ട് ഇക്വേഷൻസ് കമ്പയർ ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും എന്താണ്? In the case of an inductor, the current lags the voltage by pi by 2. അല്ലെ, കറണ്ട് ലാഗ്സ് ദ വോൾട്ടേജ് ബിക്കോസ് ഒമേഗ ടി മൈനസ് പൈ ബൈ 2 ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കറണ്ട് ലാഗ്സ് ദ വോൾട്ടേജ് ബൈ പൈ ബൈ 2 ആണ്. സോ നെക്സ്റ്റ് കേസിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? ഫേസർ ഡയഗ്രാം ഓഫ് വോൾട്ടേജ് ആൻഡ് കറണ്ട് ആണ് അല്ലെ. ഇൻ ദ കേസ് ഓഫ് ഇൻഡക്ടർ ആണ്. അപ്പൊ എങ്ങനെയായിരുന്നു നമ്മൾ ഇൻഡക്ടറിന്റെ കേസിൽ പറഞ്ഞത്? വോൾട്ടേജ് ആണ് അവിടെ ലീഡ് ചെയ്യുന്നത് അല്ലെ. കറണ്ട് ലാഗ്സ് ബൈ പൈ ബൈ 2 ആണ്. അപ്പൊ അവിടെ വോൾട്ടേജ് എവിടെയായിരിക്കും? അതായത് നമ്മൾ ഡയഗ്രാം വരയ്ക്കുന്ന സമയത്ത് ഒമേഗ ടി ആണ് വോൾട്ടേജിന്റെ ഫേസ് ഡിഫറൻസ്, ഫേസ് എന്ന് പറയുന്നത് ഒമേഗ ടി ആണ്. അപ്പൊ അവിടെ ഉണ്ടാവുന്ന മാഗ്നിറ്റ്യൂഡ് ആണ് V എന്ന് കാണിച്ചിട്ടുള്ളത്. അത് സീറോയിൽ നിന്ന് ഉണ്ടാവുന്ന ആംഗിൾ ആണ് ഒമേഗ ടി. ഇനി കറണ്ട് എന്താ ചെയ്യുന്നത്? ലാഗ് ചെയ്യാണ് ചെയ്യുന്നത്. ലാഗ്സ് ബിഹൈൻഡ് V ബൈ പൈ ബൈ 2 ആണ് അല്ലെ. ബൈ ആംഗിൾ പൈ ബൈ 2. അപ്പൊ ഇവിടെ പൈ ബൈ 2 ഡിഫറൻസ് വിക്കും ഐക്കും ഇടയിൽ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണം? V യേക്കാളും പൈ ബൈ 2 എന്താണ്? ബിഹൈൻഡ് ആയിരിക്കും എന്ത്? I എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ രീതിയിൽ ഫേസർ ഡയഗ്രാം വരയ്ക്കുന്നത്. സോ ദാറ്റ് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ക്ലിയർലി. ഓക്കെ, അത് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. കാരണം V ഒമേഗ ടി ആംഗിൾ പോയി കഴിയുമ്പോഴും അതെന്തായിരിക്കും? കറണ്ട് എപ്പോഴും ലാഗിങ് ബൈ പൈ ബൈ 2 ആയിരിക്കും. അത് ലാഗ് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് ഈ രീതിയിലുള്ള ഡയഗ്രാം കിട്ടുന്നത്. ഓക്കെ, the next question is show that the current leads the voltage by pi by 2 when an AC voltage applied to an capacitor. അതായത് ഒരു AC വോൾട്ടേജ് കപ്പാസിറ്ററിലാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ the current leads the voltage by pi by 2 എന്നുള്ളതാണ് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ draw the phasor representation of voltage and current in the circuit. ഫേസർ ഡയഗ്രാം കൂടെ വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാണ് നമ്മളൊരു കപ്പാസിറ്റർ, അതായത് ഒരു ഓൾട്ടർനേറ്റിംഗ് കറണ്ട് കപ്പാസിറ്ററിനകത്ത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം V is equal to Vm sin omega t എന്ന് പറയുന്ന വോൾട്ടേജ് ആണ് അപ്ലൈ ചെയ്യുന്നത്. അതിലൂടെ കറണ്ട് ഫ്ലോ ഉണ്ടാവും അല്ലെ. സോ V will be equal to Q by C ആണ് അല്ലെ. കപ്പാസിറ്ററിലൂടെ പോകുന്ന അതിന്റെ കപ്പാസിറ്റൻസ് C ആണ്. സോ വോൾട്ടേജ് will be equal to Q by C ആണ്. അപ്പൊ നമുക്ക് Vm sin omega t ക്ക് പകരം എന്ത് എഴുതാം? Q by C എന്ന് എഴുതാം.
നമുക്ക് ഇവിടെ കാണേണ്ടത് കറണ്ട് ആണ്. I is equal to dq/dt ആണ്. സോ നമുക്ക് ഇതൊന്ന് q കാണാലോ, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത പോരെ. സോ CVM sin omega t എന്നുള്ളത് എന്തിന് ഈക്വൽ ആയിരിക്കും? Qന് ഈക്വൽ ആയിരിക്കും. സോ I is equal to dq/dt ആണ്. അപ്പൊ അതിനൊന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പൊ എങ്ങനെ കാണാം? I is equal to d/dt of q, അതായത് CVM sin omega t. ഇനി കോൺസ്റ്റന്റ്സിനെ ഒന്ന് പുറത്തെടുക്കാം. CVM കോൺസ്റ്റന്റ് ആണ്. സോ d/dt of sin omega t അത് എന്തിന് ഈക്വൽ ആണ്? ഒമേഗ ഇൻറ്റു കോസ് ഒമേഗ ടിക്ക് ഈക്വൽ ആണ്. അപ്പൊ അതിന് ഇക്വേഷൻ എങ്ങനെ എഴുതാം? CVM ഒമേഗ ഇൻറ്റു കോസ് ഒമേഗ ടി എന്ന് എഴുതാം. ഇനി ദാറ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയാൽ എങ്ങനെ എഴുതാൻ പറ്റും? ഒമേഗ സി ഇൻറ്റു VM കോസ് ഒമേഗ ടി എന്ന് എഴുതാം. ഇനി I is equal to, അതായത് ഒമേഗ സി ഇൻറ്റു VM എന്ന് പറയുന്നത് അവിടെ കിട്ടുന്ന മാക്സിമം കറണ്ട് ആണ് അല്ലെ. അതിനെ നമുക്ക് കറണ്ടിന്റെ ടേംസിലേക്ക് മാറ്റി എഴുതുമ്പോൾ അതായത് I is equal to V/R ആണ് അല്ലെ. അപ്പൊ അതിന് നമുക്ക് എഴുതുമ്പോൾ എങ്ങനെ കൺവേർട്ട് ചെയ്ത് എഴുതാൻ പറ്റും? അതായത് VM by 1/ωc എന്ന് എഴുതാലോ. ഈ 1/ωc എന്ന് പറയുന്നത് കപ്പാസിറ്റീവ് റിയാക്ടൻസ് ആണ്. അപ്പൊ അതിന് നമ്മൾ കൺവേർട്ട് ചെയ്തിട്ട് അതായത് IM എന്ന് എഴുതാൻ പറ്റും. 1/ωc എന്ന് പറഞ്ഞാല് കപ്പാസിറ്റീവ് റിയാക്ടൻസ് ആണ്. അപ്പൊ VM by 1/ωc എന്ന് പറയുന്നതിനെ നമ്മൾ IM എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. സോ അവർ ഇക്വേഷൻ ബിക്കംസ് I is equal to IM sin omega t plus pi/2. ഓക്കെ, അതായത് കോസ് ഒമേഗ ടി എന്നുള്ളതിനെ മാറ്റിയിട്ട് എന്താക്കണം? സൈനിന്റെ ടേമിലേക്ക് കൺവേർട്ട് ചെയ്യണം. സോ കോസ് ഒമേഗ ടി is equal to സൈൻ ഒമേഗ ടി പ്ലസ് pi/2 ആണ്. അപ്പൊ അവിടെ ഉണ്ടാവുന്ന IM എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? VM by 1/c ഒമേഗയാണ്. 1/c ഒമേഗ എന്ന് പറയുന്നത് കപ്പാസിറ്റീവ് റിയാക്ടൻസ് ഓർ XC എന്നാണ് അതിനെ റെപ്രസെന്റ് ചെയ്യുക. സോ ദിസ് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ വോൾട്ടേജ് ആൻഡ് കറണ്ട്. അപ്പൊ V എന്ന് പറയുന്നത് VM sin ഒമേഗ ടിയും കറണ്ട് I is equal to IM sin ഒമേഗ ടി പ്ലസ് pi/2 ആണ്. അപ്പൊ അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാൻ പറ്റും? ദ കറണ്ട് ലീഡ്സ് ദ വോൾട്ടേജ് ബൈ pi/2 when an AC voltage is applied to an capacitor എന്നുള്ളത് മനസ്സിലായില്ലേ? Now we can draw the phasor diagram. ഇവിടെ ഏതാണ് ലീഡ് ചെയ്യുന്നത്? കറണ്ട് ആണ് ലീഡ് ചെയ്യുന്നത് pi/2. സോ 0യിൽ നിന്ന് ഒമേഗ ടി ഫേസ് ആംഗിളിലാണ് വോൾട്ടേജ് വരുന്നത്. അതിൽ നിന്ന് എത്രയാണ്? 90 ഡിഗ്രി ലീഡ് ചെയ്യുന്നുണ്ട് കറണ്ട്. സോ ദാറ്റ് ഈസ് വൈ വി ക്യാൻ സീ ദ ആംഗിൾ ബിറ്റ്വീൻ V ആൻഡ് I എത്രയാണ്? 90 ഡിഗ്രിയാണ്. അത് ലീഡ് ചെയ്യാണ്. സോ ദിസ് ഫേസർ വിൽ ബി റൊട്ടേറ്റിംഗ് ഇൻ ദി ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അപ്പൊ അത് ഓർത്തിരിക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ലീഡ് ചെയ്യുന്ന സമയത്ത് എന്താ? That 90 degree phase difference we can see in between voltage and current. Okay, so leading ആണ് ഇവിടെ കറണ്ട് വരുന്നത്. Now we can move to the next question. Write the equation for inductive reactance. Inductive reactance ന്റെ equation ആണ്. അതായത് XL is equal to omega L ആണ്. That is 2πf into L. Omega എന്ന് പറഞ്ഞാൽ 2πf ആണ്. That into L. അതിനെയാണ് നമ്മൾ inductive reactance എന്ന് പറയുന്നത്. XL is equal to omega L. That is equal to 2πf into L ആണ്. Now we have another question. A pure inductor of 25 millihenry is connected to a source of 220 volt. Find the inductive reactance and RMS current in the circuit if frequency of source is 50 Hz. ഇവിടെ എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? ഒരു പ്യുവർ ഇൻഡക്ടറിന്റെ കേസിലാണ് 25 മില്ലി ഹെൻറി ആണ് അതിന്റെ ഇൻഡക്ടൻസ് എന്ന് പറയുന്നത്, വിച്ച് ഈസ് കണക്ടഡ് ടു എ സോഴ്സ് ഓഫ്, അതിന്റെ വോൾട്ടേജ് എത്രയാണ്? 220 വോൾട്ട് ആണ്. ഇവിടെ ഇൻഡക്റ്റീവ് റിയാക്ടൻസും അതുപോലെ തന്നെ RMS കറണ്ടും ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇൻഡക്റ്റീവ് റിയാക്ടൻസ് എങ്ങനെ കാണാം? XL is equal to omega L ആണ്. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. 2πf into L ആണ്. 2 into 3.14 into ഫ്രീക്വൻസി എത്രയാണ്? 50 Hz ആണ്. സോ 50 into L എന്ന് പറയുന്നത് 25 മില്ലി ആയിരുന്നു. അപ്പൊ അതിനൊന്ന് കൺവേർട്ട് ചെയ്തിട്ട് ഹെൻറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. into 10⁻³ സോ വെൻ വി കാൽക്കുലേറ്റ് വി വിൽ ഗെറ്റ് ഇറ്റ് ആസ് 7.85 ohm. ഓക്കെ, അതുപോലെ തന്നെ RMS കറണ്ട് ഇൻ ദ സർക്യൂട്ട് എന്ന് പറയുന്നത് എങ്ങനെ കാണാം? I is equal to V/XL ആണ്. അതായത് I is equal to V/R ആണ് നമ്മൾ കാണാറുള്ള ഇക്വേഷൻ. ദെൻ ഇവിടെ R ന് പകരം ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ആണ് അവിടെ ഉണ്ടാവുന്ന റെസിസ്റ്റൻസ്. സോ V/XL കാൽക്കുലേറ്റ് ചെയ്താൽ മതി. XL ഓൾറെഡി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. 7.85 ആണ് കിട്ടിയത് അല്ലെ. V എന്ന് പറയുന്നത് 220 വോൾട്ട് ആണ്. സോ I is equal to 220 by 7.85. That is found to be 28 ampere. Clear? സോ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ ടു യു. നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇതിന്റെ ബാക്കി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ.